ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ അധികം ചിരിക്കാറുണ്ടോ? അധികം കരയാറുണ്ടോ? ഇത് രണ്ടും കൂടി ചേർന്നൊരു വേർഡ് ഉണ്ട്. അധികം ചിരിക്കട്ട, അധികം ചിരിച്ചാൽ കരയാനുള്ള വകയുണ്ടാവും. എന്തൊരു വിഡ്ഢി ആശയമാണല്ലേ അത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പണ്ട് മുതൽ അടിത്തറയിട്ട് തന്നൊരു വാക്കാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സന്തോഷിക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ മാക്സിമം ഹാപ്പി ആകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്നതിലൂടെ, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിലൂടെ സംഭവിക്കുന്നത്. നമുക്ക് വിശദമായി ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ഏറെ വിലയുണ്ട്. സന്തോഷിക്കുക, ആനന്ദിക്കുക, അത് തുടർച്ചയായി അനുഭവിക്കുക എന്നത് എന്തോ വലിയ പ്രശ്നമായി കാണുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയിലും പ്രവർത്തനത്തിലും കൃത്യത കൈവരിക്കുന്നത് മൂലം നിങ്ങൾ വളരെ അധികമായ ആഹ്ലാദം സംഭവിക്കേണ്ട വിധത്തിലുള്ള റിസൾട്ട് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? കൂടാതെ നിങ്ങളിലെ സന്തോഷം, ആഹ്ലാദം നിങ്ങളിൽ ഊർജ്ജസ്വലമായ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നു. വീണ്ടും വീണ്ടും സന്തോഷം നൽകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ എന്ത് മനസ്സിലായി? നിങ്ങളിൽ സന്തോഷം സംഭവിക്കും തോറും പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ഇത്തരം അവസ്ഥ സംഭവിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസിക നിലയിൽ പ്രവർത്തനത്തിൽ കൂടുതൽ വെളിച്ചവും കൃത്യമായ തീരുമാനവും കൈവരിക്കുന്നു. ഇതുമൂലം വ്യക്തിയുടെ സർഗാത്മകത കൂടുതൽ തെളിച്ചവും കൃത്യതയും കൈവരിക്കാൻ മനഃശാസ്ത്രപരമായ കണ്ടെത്തലിൽ വ്യക്തിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ബുദ്ധിപരമായ കൂർമ്മത നിലനിൽക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സന്തുഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തി സന്തുഷ്ടി ഇല്ലാത്ത ഒരു വ്യക്തിയേക്കാൾ 31% കൂടുതൽ പണി ചെയ്യുന്നു. സന്തുഷ്ടിയുള്ള ഒരു വിദ്യാർത്ഥി അസന്തുഷ്ടിയുള്ള ഒരു വിദ്യാർത്ഥിയേക്കാൾ 10 മുതൽ 20% പഠന പുരോഗതിയെ കൈവരിക്കുന്നു. ഇത് ഒരു സർക്കിളാണ്. ഹാപ്പി മൈൻഡ് സെറ്റ് പ്ലസ് ബെറ്റർ പ്രൊഡക്ടിവിറ്റി പ്ലസ് ബെറ്റർ റിസൾട്ട്. സന്തുഷ്ടമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഡോപ്പമൈൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു, വൈകാരിക സ്വസ്ഥിതിക്ക് സഹായമാവുകയും തീരുമാനങ്ങളെടുത്ത് അത് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിനും പ്രശ്നപരിഹാരത്തിന് ചുക്കാൻ പിടിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ബ്രെയിൻ കോർട്ടെക്സ്. സന്തോഷമായിരിക്കുമ്പോൾ ഈ ഭാഗം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇതിൻ്റെ ഊർജ്ജം മൂലം നമ്മുടെ മൊത്തത്തിലുള്ള ഭൗതിക മികവിന് കാരണമാകുന്നു. കൂടാതെ പോസിറ്റീവ് വികാരങ്ങളെ അമിഗ്ഡലായുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് ഭയവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. ഇത് കൂടുതൽ ശ്രദ്ധയോടെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കൂ, നമ്മൾ കൂടുതൽ ചിരിക്കണോ, കൂടുതൽ കരയണോ? അതോ അധികം ചിരിച്ചാൽ കരയുമെന്ന വിഡ്ഢി സമ്പ്രദായം നമ്മൾ തുടർന്നു കൊണ്ടുപോകണോ? നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലേക്ക് ഇറങ്ങി ജീവിതത്തിൻ്റെ മനോഹരമായ വശം ആസ്വദിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.